ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിരിക്കുന്നത് ഷമാമാണ് ഗൈസ്. അപ്പോൾ ഇതുകൊണ്ട് ഞാനൊരു സ്മൂത്തി അടിക്കാൻ പോവാണ്. ഈ ചൂടത്ത് നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നില്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു സ്മൂത്തി അടിക്കാമെന്ന്. അതിനാദ്യം തന്നെ ഷമാമിൻ്റെ മേൽവശം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് സ്മൂത്തി അടിച്ചിട്ട് ഇതിലേക്ക് തന്നെ നമ്മൾ ഒഴിച്ച് വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മിക്സിയിലേക്ക് ഇടുകയാണ് ഗൈസ്. പിന്നെ കുറച്ച് അരി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നമ്മൾ എടുത്ത് കളയണം. ശരിക്കും ഇതൊരു മത്തങ്ങയില്ലേ, നമ്മുടെ മത്തങ്ങ പോലെ ഇരിക്കും. പണ്ട് ഞാനിത് വാങ്ങിച്ചിട്ട് വെറുതെ കഴിച്ചിട്ടുണ്ട്, അപ്പോൾ ഒന്നും ടേസ്റ്റ് ഇല്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ സ്മൂത്തി അടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഞാൻ വടിച്ചെടുത്ത് മിക്സിയിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ പുറന്തോട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മിക്സിയിലേക്ക് 2 പഴം കൂടാണ് ചേർക്കുന്നത്. പിന്നെ തേനോ പഞ്ചസാരയോ ഇപ്പം ചേർക്കുന്നില്ല, കാരണം മമ്മിക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാമെന്ന് വെച്ചു. പിന്നെ ഞാൻ കട്ടിപ്പാലാണ് ഒഴിച്ചത്. അതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് തൈരൂടെ ചേർക്കാം. കഴിഞ്ഞ വട്ടത്തെ സ്മൂത്തി റെസിപ്പി കണ്ടപ്പോൾ ഞങ്ങളൊരു ചേട്ടൻ ചോദിച്ചു തൈരൊക്കെ ചേർക്കുമെന്ന്. തൈരൊക്കെ ചേർക്കാം, നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് കപ്പലണ്ടിയാണ്. അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒത്തിരി പൊടിയണ്ട, അത് ഒരു രസമില്ല. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയൊന്നുമില്ല, ഇതെല്ലാം കൂടെ എടുത്ത് അടിച്ച് ചേർത്താൽ സ്മൂത്തിയായി. അങ്ങനെ നമ്മുടെ സ്മൂത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേനോ പഞ്ചസാരയൊക്കെ ചേർക്കാം, ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മളിതിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. നല്ല ഭംഗിയാണ് ഇതിനകത്ത് ഒഴിച്ച് വെക്കുമ്പോൾ തന്നെ. ഇനിയും കുറച്ച് നമ്മൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണം. ഞാൻ നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സും ചോക്ലേറ്റും പിന്നെ നമ്മളുടെ കപ്പലണ്ടിയൊക്കെയാണ് ഇട്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്മൂത്തി. ആർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദിസ് നിധി സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.